പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവമക്കളെ, 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം പറയുന്നുണ്ട്, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരുപ്പി. നമ്മുടെ ജീവിതത്തിൽ ഹ്യൂമിലിറ്റി ആവശ്യമാണ്. നിങ്ങൾ എന്നോട് ചോദിക്കുമായിരിക്കും, വാട്ട് ഹാസ് ഹ്യൂമിലിറ്റി ടു ഡു വിത്ത് ആങ്സൈറ്റി? ഞാൻ പറയാം, എവ്രിതിങ്. അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ ആങ്സൈറ്റി ഉണ്ടാകുന്നത് അറഗൻസ് കൊണ്ടാണെന്നല്ല. പക്ഷെങ്കിൽ ഹ്യൂമിലിറ്റി ഈസ് നെസസറി ടു അണ്ടർമൈൻ ആങ്സൈറ്റി. അതുകൊണ്ട് നാം ഒക്കെ താഴ്മ ധരിക്കണം. നമ്മളെ തന്നെ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് നാം താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവത്തിൻ്റെ ബലമുള്ള കൈ നമുക്ക് അക്നോളജ് ചെയ്യാൻ കഴിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ താഴ്മ വേണം. നമ്മൾ ദൈവത്തിൻ്റെ ശക്തി അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടോ? പ്രൈസ് ഗോഡ്. ഞാൻ പറയട്ടെ, നമുക്കൊരു സൊല്യൂഷനാണ് ഏറ്റവും ആവശ്യം, അല്ലേ? പ്രൈസ് ഗോഡ്. ആ സൊല്യൂഷൻ തരുവാൻ സ്വർഗത്തിലെ ദൈവം ശക്തനും. ഗോഡ് ഈസ് സ്ട്രോങ് ഇനഫ് ഫോർ വാട്ട് എവർ വി ഫേസ്. എന്ത് ഒരു പൊട്ടൻഷ്യൽ പ്രോബ്ലം അല്ലെങ്കിൽ ഒരു പ്രോബ്ലം നാം ഫേസ് ചെയ്യുവാണെങ്കിൽ അതിനെ ഓവർകം ചെയ്യുവാൻ നമുക്ക് കഴിയണം. അതിന് ദൈവീയമായിട്ടുള്ള ഇടപെടലുകൾ ആവശ്യമാണ്. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നത്, നിൻ്റെ എല്ലാ ചിന്താകുലവും അവൻ്റെ മേലങ്ങ് ഇട്. വൈ? ബിക്കോസ് ഹീ ഈസ് സ്ട്രോങ്. സർട്ടൻലി യെസ്, ബട്ട് ഓൾസോ ബിക്കോസ് ഹീ കെയർസ്. അവൻ കരുതും. ഇതൊന്നും വലിയ എളുപ്പമൊന്നുമല്ല, പറയാൻ എളുപ്പമെന്ന് തോന്നും. പക്ഷേ ആങ്ഷ്യസ് ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ ഇതൊന്നും ചെയ്യാൻ നമുക്ക് കഴിവില്ലാതായി പോകുന്ന സന്ദർഭങ്ങളുണ്ട്. പീറ്റർ പ്രസൻറ്റ്സ് ദ പോസിബിലിറ്റി ഓഫ് അറ്റാക്ക് ആൻഡ് സഫറിങ്. പക്ഷേങ്കിൽ സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കും. നമ്മെ അവൻ ഉറപ്പിക്കും. നമ്മെ അവൻ ശക്തീകരിക്കും. 1 പത്രോസ് 5:10, 1 Peter chapter 5 verse 10. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കും അവൻ ഉള്ളത്. ഹല്ലേലൂയ. ദൈവം നമ്മോട് പറഞ്ഞതൊക്കെ അനുസരിപ്പാൻ നമുക്ക് കഴിയണം. നമ്മൾ വായിക്കുന്ന വചനങ്ങൾ, വാക്യങ്ങൾ, പാസേജുകൾ അതെല്ലാം നാം ഉറപ്പായി വിശ്വസിക്കണം. എന്നിട്ട് ഒരപേക്ഷയായിട്ട് ഈ വാക്യങ്ങളെ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയണം. റിപ്പീറ്റ് ചെയ്ത് പറയണം. അതൊരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് പറയണം. അത് നമ്മുടെ ഹൃദയത്തിൽ കൂടെ അലയടിക്കുമ്പോഴുണ്ടല്ലോ, ഏറിയ ബലം പ്രാപിപ്പാൻ്റെ ഗുണം ദൈവം നമ്മെ സഹായിക്കും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നിർവികാരരായിട്ട് ഇരിക്കരുത്. ഏത് സാഹചര്യത്തിലും സന്തോഷിക്കുവാൻ നമുക്ക് കഴിയണം. പൗലോസ് അപ്പോസ്തലൻ കൈമേൽ ചങ്ങല കിടക്കുമ്പോഴാണ് പറയുന്നത്, റിജോയ്സ്, എപ്പോഴും സന്തോഷിപ്പീൻ, വിചാരപ്പെടരുതേ. ആങ്സൈറ്റി പലതിൻ്റെയും മുമ്പിൽ ഒരു ലോജിക്കൽ റെസ്പോൺസാണ്, ഞാൻ സമ്മതിച്ചു. പക്ഷെ ദൈവത്തിന് നമ്മെക്കുറിച്ചൊക്കെ ഓരോ ഡൈനാമിക് പ്ലാനാണ് ഉള്ളത്. അവനതുകൊണ്ട് നമുക്ക് തരാൻ പോകുന്ന സമാധാനം സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനമാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് സിറ്റുവേഷൻസിൽ നിന്ന് കണ്ണെടുക്കും മക്കളെ. സർക്കംസ്റ്റാൻസസിൽ നിന്ന് കണ്ണെടുത്ത് മാറ്റ്. പ്രൈസ് ഗോഡ്. അത് നോക്കിയിരുന്നാൽ അതിൻ നിങ്ങളുടെ ചിന്തയെ പിടിച്ച് കുലുക്കി കലക്കി വേറൊരു ദിശയിലേക്ക് കൊണ്ടുപോകും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ലോജിക്കൽ അസസ്മെൻ്റ് എല്ലാം സാഹചര്യത്തെക്കുറിച്ചുള്ളത് വിട്ടുകളാ. നമ്മുടെ സകലത്തിനും കാരണഭൂതൻ ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തലയിലൊരു മുടി പോലും പൊഴിഞ്ഞു പോകുന്നത് ദൈവം അറിയാതെയല്ല. പ്രൈസ് ഗോഡ്. സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം നീക്കിവെക്ക്. പ്രാർത്ഥിക്കുവാൻ ദൈവവചനം
ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെക്ക്. എല്ലാ ട്രബിൾസും ദൈവത്തിൻ്റെ മുമ്പാകെ ഒന്ന് അൺലോഡ് ചെയ്യുവാൻ തക്കവണ്ണം, നന്ദിയുള്ളൊരു ഹൃദയത്തോടെ ഇതെല്ലാം ഒന്ന് അൺലോഡ് ചെയ്യുവാൻ തക്കവണ്ണം, വിശ്വാസത്തോടെ കുഞ്ഞേ നിൻ്റെ ആങ്സൈറ്റി നിനക്കൊന്ന് അൺലോഡ് ചെയ്യുവാൻ കഴിയുമോ? ദൈവത്തിൻ്റെ ആക്റ്റീവ് പ്രസൻസും ദൈവത്തിൻ്റെ ആക്റ്റീവ് പ്രൊവിഷനും കഴിഞ്ഞ കാലങ്ങളിൽ നീ ഒത്തിരി അനുഭവിച്ചതല്ലേ. പ്രൈസ് ഗോഡ്. ദൈവം നമ്മുടെ ഹൃദയത്തെ കാക്കും. ദൈവം നമ്മുടെ നിലവുകളെ കാക്കും. അതായത് നമ്മുടെ ഹാർട്ട്സ് ആൻഡ് മൈൻഡ്സ്, ഇറ്റ് വിൽ ബി പ്രൊട്ടക്റ്റഡ് ബൈ ഗോഡ്സ് പീസ് which goes beyond what we can logically assess or understand. Hallelujah. അതുകൊണ്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബൈ ഹാർട്ടായിട്ട് മിക്കവർക്കും അറിയാവുന്നതായിരിക്കും. പക്ഷേങ്കിൽ ഇപ്പോഴും അതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ വണ്ണം നമ്മളതിൻ്റെ ഓപ്പോസിറ്റ് പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടത്തിക്കൊണ്ട് പോകുന്നവരല്ലേ. പ്രൈസ് ഗോഡ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് ഒരുവൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്. എല്ലാവരിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. എന്തുമാത്രം നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയാണെന്നറിയാമോ? അപ്പോൾ അതിനുവേണ്ടി നാം ഒരുങ്ങിയേ പറ്റൂ, നാം അനുസരിച്ചേ പറ്റൂ, നാം മുൻകൈയെടുത്തേ പറ്റൂ. അതിന് ഒന്ന് ഒരുക്കപ്പെടാൻ പറ്റുമോ? സദൃശ്യവാക്യം 3-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. Proverbs chapter 3 verses 5-8. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിൻ്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. അത് നിൻ്റെ നാഭിക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പും ആയിരിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈ വാക്യങ്ങളുടെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി ഇതും നിങ്ങളുടെ ഒരു പ്രാർത്ഥനയാക്കി ഞാൻ പറയട്ടെ, ഞാനും അതൊരു പ്രാർത്ഥനയാക്കി മാറ്റിയാൽ എൻ്റെ ജീവിതത്തിൽ സത്യമായ സമാധാനം ലഭിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കും. ആങ്സൈറ്റി ത്രൈവ്സ് വെൻ വി ഫെയിൽ ടു ട്രസ്റ്റ്. അതുകൊണ്ട് ട്രസ്റ്റ് ചെയ്യുവാൻ ഒന്നൊരുങ്ങിയാട്ടെ. പ്രൈസ് ഗോഡ്. നാം തന്നെ നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ പോകരുതേ. ഹല്ലേലൂയ. വേറെ ബെറ്റർ സ്ട്രാറ്റജീസ് ഒന്നും വേണ്ട, ഒരു ഇൻക്രീസ്ഡ് എഫേർട്ട് ഒന്നും വേണ്ട. ദൈവം നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമ്മുടെ ഭയത്തെ അവൻ മാറ്റി നമ്മളെ അവൻ കരുതും. ദൈവത്തിലൊന്ന് ആശ്രയിക്കാൻ പറ്റുമോ? പ്രൈസ് ഗോഡ്. ഡു നോട്ട് ബി ആങ്ഷ്യസ് ബട്ട് ഇൻസ്റ്റഡ് ട്രസ്റ്റ്. ഓക്കെ, ആങ്ഷ്യസ് ആയിട്ടിരിക്കേണ്ട. ഓക്കെ, പിന്നെന്ത് ചെയ്യും? അവനിൽ ആശ്രയിക്കുക. ഹല്ലേലൂയ. ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, പക്ഷെ ആരെ ട്രസ്റ്റ് ചെയ്യണം? ഞാൻ പറയട്ടെ, നമ്മുടെ പല ആങ്സൈറ്റീസും തുടങ്ങുന്നത് എവിടെ നിന്നാണെന്നറിയാവോ? മിസ്പ്ലേസ്ഡ് ട്രസ്റ്റിന്നാണ്. ഹല്ലേലൂയ. ദ ഒബ്ജക്റ്റ് മേക്സ് ഓൾ ദ ഡിഫറൻസ്. ട്രസ്റ്റ് എന്ന് മാത്രം പറഞ്ഞാൽ അതൊരു സൊല്യൂഷൻ അല്ല. സൊല്യൂഷൻ എന്തുവാ? ദ ലോർഡ്. നമുക്ക് അവനെ അറിയാൻ മേലെങ്കിൽ ട്രസ്റ്റിന് ഒരു വിലയുമില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് നാം ദൈവത്തെ നമ്മുടെ എല്ലാ വഴികളിലും നനച്ചു കൊള്ളണം. ഓക്കെ, ദൈവത്തെ ഞാൻ ആശ്രയിക്കുന്നുണ്ട്, എനിക്ക് ദൈവത്തിൽ ആശ്രയമുണ്ട് എന്ന് പറഞ്ഞിരിക്കുവാനല്ല കുഞ്ഞേ. പ്രൈസ് ഗോഡ്. ഇംഗ്ലീഷിൽ ഈ വേർഡ് നമ്മളിങ്ങനെ ട്രസ്റ്റ് എന്ന് പറയും, പക്ഷേ ഹിബ്രുവിൽ ഇതിനകത്ത് അതിൻ്റെ റെഫറൻസ് മീനിങ് ഒരെണ്ണമുണ്ട്. അതെന്നാണെന്നറിയാമോ? നോയിങ് ന്ന. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നോയിങ്. ആരെ? നോയിങ് ദ ലോഡ്. ആൻസർ എപ്പോഴാണ് വരുന്നത്? നാം ഉയരത്തിലേക്ക് നോക്കുമ്പോൾ. ബൈ നോയിങ് ദ ലോഡ്. നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമുക്കൊരറിവുള്ളപ്പോൾ. അതുകൊണ്ട് എല്ലാ മൊമെൻറ്റും നമ്മളെടുക്കേണ്ട ഡയറക്ഷൻ ഇതാ കേട്ടോ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് സദൃശ്യവാക്യം 1-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള ഈ വാക്യങ്ങൾ മറക്കരുത് കേട്ടോ. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ മുമ്പാകെ ഇതെല്ലാം അർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവം തീർച്ചയായിട്ടും കടാക്ഷിക്കും. പ്രേ ഫോർ ദ റിയാലിറ്റി ഓഫ് ഈച്ച് ട്രൂത്ത്. ഞാനിപ്പോൾ കുറേ വാക്യങ്ങൾ വചനങ്ങളൊക്കെ പറഞ്ഞില്ലേ? പ്രൈസ് ഗോഡ്. അതിൻ്റെ സത്യത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, അതിൻ്റെ സത്യമാഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ട്
ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോഴുണ്ടല്ലോ, തീർച്ചയായിട്ടും സ്വർഗത്തിലെ ദൈവം നമുക്ക് ആശ്വാസം തരും. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, എപ്പോഴും സന്തോഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രശ്നത്തിൽ നിന്ന് കണ്ണുകളെടുപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്നെ ഒന്നറിയുവാൻ, നിന്നെ ഒന്ന് അടുത്തറിയുവാൻ അനേക ഭക്തന്മാർ, അനേക പിതാക്കന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ചല്ലോ. ദൈവമേ, നിന്നെ ഒന്ന് അടുത്തറിയുവാൻ എന്നെ സഹായിക്കണമേ. അങ്ങനെ അടുത്തറിവാൻ നമ്മെ സഹായിക്കുന്ന ഒരു വലിയ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ഗോഡ്.